നമസ്കാരം, ഞാൻ ഷിബു സ്തുഡിയൂരാണ്. ലീഡേഴ്സ് സ്പേസ് യൂട്യൂബിന്റെ പുസ്തക വിചാരം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ പരാമർശിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്ന പുസ്തകം എന്ന് പറയുന്നത് സപ്തപർണി എന്ന പുസ്തകം. കവയത്രിയും എഴുത്തുകാരിയുമായ ഗീതു മോഹൻദാസിന്റെ സപ്തപർണി എന്ന പുസ്തകം. ആമുഖമായി പറയട്ടെ, ഒറ്റയിരുപ്പിൽ തന്നെ വളരെ വേഗത്തിൽ വായിച്ചു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ മേന്മ. വളരെ ലളിതമായ ഭാഷയിൽ വളരെ മനോഹരമായി ഒരു വിഷയത്തെ ഗാഢമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സപ്തപർണി എന്നാൽ ഏഴിലം പാല എന്നാണ്. പാലമരത്തെക്കുറിച്ചും പാലപൂമണത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ ഒരു ശരാശരി മലയാളിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഭയം എന്ന വികാരമാണ് ആദ്യം. പിന്നീട് ആശങ്കയും അന്ധവിശ്വാസങ്ങളും. അത് നമ്മുടെ കേരളീയ മനസ്സിൽ രൂഢമൂലമായി ഉറച്ചുപോയ ഒരു വികാരമാണ്. പാല എന്ന് കേൾക്കുമ്പോൾ ആ പാലയുള്ള സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തിൻ്റെതായ, ഭയത്തിൻ്റെതായ, അന്ധവിശ്വാസങ്ങളുടേതായ ഒരിടം രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെയാണ് നമ്മളുടെ മനസ്സിൽ നമ്മളത് ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൗമാരകാലത്തിൽ നാം അറിയുകയും അനുഭവിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ള പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീന ശക്തിയായി മാറിയിട്ടുണ്ട്. ഈ സപ്തപർണി എന്ന നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ ദേവനിൽ അത്തരം ചില അറിവുകളും അനുഭവങ്ങളും തൻ്റെ ഭാവി ജീവിതത്തിൽ താൻ അറിയാതെ തൻ്റെ ജീവിതക്രമങ്ങളിൽ എപ്പോഴോ അന്തർലീനമായി കിടക്കുകയും അത് മനസ്സിൽ ഉണ്ടാക്കുന്ന വിചാരങ്ങളെയും ചിന്തകളെയും ജീവിതം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും തിരിച്ചു പിടിക്കപ്പെടുന്ന ഒരു ജീവിതത്തിന്റെ കഥ എന്നതിനപ്പുറം നീതു മോഹൻദാസിന്റെ അപാരമായ ഒരു രചനാശൈലിയെക്കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. കഥാനായകനായ ദേവൻ തന്റെ ജോലി സ്ഥലത്തു നിന്നും തന്റെ കുടുംബത്തിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും തന്റെ മകന്റെ ഈ വരവിൽ തന്നെ ഒരു വിവാഹം കഴിപ്പിച്ച് ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടത്തിവിടണമെന്ന് ആഗ്രഹിക്കുകയും ആ ആഗ്രഹം മുന്നിൽ കണ്ടുള്ള ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹം തൻ്റെ മുറിയിൽ ഉറങ്ങാൻ ചെല്ലുന്ന സമയത്ത് സുന്ദരിയായ ഒരു സ്ത്രീ എവിടെ നിന്നോ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കടന്നു വരും. അല്പം ഭയാശങ്കകളോടുകൂടി ആദ്യം സമീപിച്ചെങ്കിലും തനിക്ക് മാത്രം കാണാൻ കഴിയുന്ന, തന്നോട് മാത്രം സംസാരിക്കുന്ന, തന്നെ ഇഷ്ടപ്പെടുന്ന, അരൂപിയായ, മറ്റുള്ളവർക്ക് അരൂപിയായ, തനിക്ക് ദർശിക്കാൻ കഴിയുന്ന ആ സ്ത്രീയുടെ സാന്നിധ്യം ഓരോ ദിവസവും അദ്ദേഹത്തെ വല്ലാത്ത ഒരു ലോകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിനിടയിൽ അദ്ദേഹത്തിന്റെ പെണ്ണുകാണൽ ചടങ്ങ് നടക്കുന്നു. ആ പെൺകുട്ടിയുമായി വളരെ ദീർഘമായി അദ്ദേഹം തൻ്റെ ജീവിതത്തെക്കുറിച്ച് പങ്കുവെക്കുന്നു. പരസ്പരം എല്ലാം മനസ്സു തുറക്കുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ രാത്രികളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയുടെ കാര്യം ആ പെൺകുട്ടിയോട് പറയുന്നു. അപ്പോഴേക്കും അവർക്ക്, ആ പെൺകുട്ടി ഉൾപ്പെടെ ആ കുടുംബത്തിന് ദേവനിൽ ചില സംശയങ്ങൾ ഉദിക്കുകയും അവർ ആ ബന്ധം അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ഇടയാവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം തൻ്റെ ആത്മസുഹൃത്തിനോട് ഈ വിവരം പങ്കുവയ്ക്കുന്നു. സുഹൃത്ത് ഇതിനെന്തുമാത്രം സത്യമുണ്ടെന്നറിയാൻ വേണ്ടി ഒരു ദിവസം ദേവനോടൊപ്പം ദേവന്റെ വീട്ടിൽ താമസിക്കും. അന്നത്തെ ദിവസം ആ സ്ത്രീയുടെ സാന്നിധ്യം മുറിയിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ ദേവന്റെ സുഹൃത്തിന്റെ ഉപദേശം, നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം, ഒരു മാനസിക രോഗ വിദഗ്ധനെ കാണണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം തൻ്റെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയും ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കടന്നു വരുന്ന അരൂപിയായ സ്ത്രീയുടെ പ്രണയം വളരെ ഉജ്ജ്വലമായി നമ്മുടെ എഴുത്തുകാരി ഇതിൽ പറയുന്നുണ്ട്. ആ അരൂപിയായ സ്ത്രീ ഇങ്ങനെയാണ് പറയുന്നത്: നക്ഷത്രങ്ങൾക്ക് ചന്ദ്രനോടാണ് പ്രണയമെങ്കിൽ എൻ്റെ പ്രണയം അവയുടെ രാത്രിയോടാണ്. വണ്ടിന് പൂക്കളോടാണ് പ്രണയമെങ്കിൽ എൻ്റെ പ്രണയം അവയുടെ മധുവിനോടാണ്. എൻ്റെ പ്രണയം മനുഷ്യരൂപമെടുത്ത ഈ ഇന്ദ്രദേവനോടാണ്. ഒരിക്കൽ എൻ്റെ പ്രണയം
അങ്ങയ്ക്ക് പ്രിയപ്പെട്ടതായി തീരും. അങ്ങ് എന്നെ സ്വീകരിക്കും വരെ ഞാൻ കാത്തിരിക്കും. ഇത്തരം വലിയ സംസാരങ്ങളുടെ ചിന്തകൾ ഭ്രമിച്ചു പോകുന്ന, കെട്ടുപിണഞ്ഞു പോകുന്ന ദേവൻ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന ശിക്ഷണത്തിലൂടെ തൻ്റെ ജീവിതത്തിൽ നിന്നും തിരിച്ചു വരുന്നു. തൻ്റെ മനസ്സിനെ അദ്ദേഹം ശാസ്ത്രീയമായ രീതിയിൽ വീണ്ടെടുക്കുന്നു. അപ്പോൾ ഇവിടേക്കുള്ള യാത്രയിലൊക്കെ തന്നെ നമ്മുടെ എഴുത്തുകാരി നീതു മോഹൻദാസ് വളരെ കൃത്യമായി അവയെക്കുറിച്ചൊക്കെ പഠിച്ച് മാനസിക രോഗ ചികിത്സാ വിദഗ്ധന്റെ ചികിത്സാ രീതികളിലെ നിമിഷങ്ങളെ പോലും വളരെ ഒരു മനഃശാസ്ത്ര വിദഗ്ധയുടെ കൈയൊടക്കത്തോടു കൂടിയാണ് അവർ ഇവിടെ പറയുന്നത്. ഇതിൽ പരാമർശിക്കപ്പെടുന്ന ജ്യോതിഷപരമായ ചില സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കഥാനായകൻ പോകുന്നുണ്ട്. അപ്പോൾ ആ മേഖലയെക്കുറിച്ചും എഴുത്തുകാരി നമുക്ക് ആധികാരികമായ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. കഥാനായകന്റെ വീട്ടിൽ തൻ്റെ അച്ഛൻ ഉണ്ടാക്കുന്ന ചുവർ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള പരാമർശത്തിൽ ചിത്രകലയുടെ ഒരു ചരിത്രത്തെക്കുറിച്ച് ഒരു വാഗ്മയ ചിത്രം നമുക്ക് തരികയാണ്. പിന്നീട് അദ്ദേഹം തൻ്റെ ജോലിയുടെ ഭാഗമായി സ്വീഡനിലേക്ക് പോകുന്നുണ്ട്. സ്വീഡൻ എന്ന രാജ്യത്തേക്കുള്ള ആ യാത്രയും അവിടുത്തെ സാഹചര്യങ്ങളും ഒപ്പം ധ്രുവദീപ്തി എന്ന മനോഹരമായ പ്രതിഭാസത്തെക്കുറിച്ചും അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ വിവരിക്കുന്നു. അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ ധ്രുവദീപ്തിയുടെ മായികമായ ചരിത്രബോധം അവിടെ നിന്നുള്ള ആൾക്കാരിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ വീണ്ടും മനസ്സു തെറ്റിപ്പിടഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ള ദേവന്റെ ആകുലതകൾ നമുക്ക് ഈ ഗ്രന്ഥത്തിന്റെ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. അവിടെ നിന്നും അദ്ദേഹം തന്റെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. തൻ്റെ ഭവനത്തിലേക്ക്, തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സവിധത്തിലേക്ക് കടന്നു പോകാൻ പോകുമ്പോൾ അദ്ദേഹം തിരുവില്ലാമലയിലെ പുനർജനിയുടെ ആ ഗുഹനൂഴൽ ചടങ്ങിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഒരു പശ്ചാത്തലവും വിവരിച്ചുകൊണ്ടാണ് നമ്മുടെ ഗ്രന്ഥം, നമ്മുടെ നോവൽ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അന്ധവിശ്വാസത്തെ അതൊരു വിശ്വാസപരമായ, ശാസ്ത്രീയപരമായ തുറന്നുകാട്ടലായി പല സ്ഥലങ്ങളിലും എഴുത്തുകാരി നമ്മെ നയിക്കുന്നുണ്ട്. കേവലം ഒരു അന്ധവിശ്വാസത്തെ പകർത്തിവെക്കലല്ല സപ്തപർണി എന്ന ഈ ഗ്രന്ഥം എന്ന് പറയട്ടെ. വളരെ മനോഹരമായ ഒരു വായനാനുഭവം എനിക്ക് നൽകിയ ചില പുസ്തകങ്ങളിൽ മുൻപന്തിയിലേക്ക് സപ്തപർണിയുടെ പേജുകളും കടന്നു വന്നിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. നന്ദി, നമസ്കാരം.